വളരെ വളരെ നിരാശയോടെ സങ്കടത്തോടെ ഒരു വാർത്ത പ്രേക്ഷകരെ അറിയിക്കുകയാണ്. 6 വയസ്സുകാരൻ സുഹാൻ്റെ മൃതദേഹം കണ്ടെടുത്തു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ഇന്നലെ മുതൽ സുഹാന് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുകയായിരുന്നു. പക്ഷേ 6 വയസ്സുകാരൻ സുഹാനെ മരിച്ച നിലയിലാണ് കണ്ടെത്തിയതെന്ന് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം വരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീടിന് പുറത്തേക്ക് ഇറങ്ങി നടന്നുപോയ 6 വയസ്സുകാരനായ സുഹാൻ അധിക ദൂരെ പോയിട്ടില്ല എന്ന് നമുക്കൊക്കെ ഉറപ്പായിരുന്നു. ഇന്നലെ രാത്രി 8 മണി വരെ തെരച്ചിൽ നടത്തി. ഇന്ന് രാവിലെ തെരച്ചിൽ പുനരാരംഭിച്ചു. ഇപ്പോൾ ചിറ്റൂരിൽ നിന്ന് വരുന്ന വളരെ സങ്കടകരമായ വാർത്തയാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന്. PL കിരൺ ചേരുന്നുണ്ട്. കിരൺ, PG ഇപ്പോൾ നേരത്തെ തെരച്ചിൽ നടത്തിയിരുന്ന ഇതിന്റെ അടുത്തുള്ള മറ്റൊരു കുളത്തിനാണ് ഇപ്പോൾ ഒരു കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇപ്പോൾ കുളത്തിന്റെ മധ്യഭാഗത്ത് പൊങ്ങിക്കിടക്കുന്ന നിലയിലാണ് മൃതദേഹം. ഏതായാലും ഇപ്പോൾ ഫയർഫോഴ്സ് ഇവിടേക്ക് എത്തുന്നുണ്ട്. പോലീസും മറ്റിടങ്ങളിൽ തെരച്ചിൽ നടത്തുന്ന പോലീസ് അടക്കം ഈ സ്ഥലത്തേക്ക് എത്തുന്നു. നാട്ടുകാരാണിത് വിവരം കണ്ടത് ആദ്യം. ഏതായാലും പോലീസും ഫയർഫോഴ്സോട് സ്ഥലത്തേക്ക് എത്തി. ഇപ്പോൾ ഫയർഫോഴ്സ് സംഘം താഴേക്ക് കുളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കുളത്തിലിറങ്ങി കുഞ്ഞിനെ കരയ്ക്ക് അടുപ്പിക്കേണ്ടി വരും. ഏതായാലും ഈ കുളത്തിൻ്റെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. കുളത്തിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ മൃതദേഹം പൊങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം ഉള്ളത്. ഇപ്പോൾ പോലീസ് ആളുകളെ നിയന്ത്രിക്കുകയാണ്. ഈ സമീപത്തു നിന്നുള്ള ആളുകളെയൊക്കെ മാറ്റുന്നുണ്ട്. ഫയർഫോഴ്സ് സ്ഥലത്തേക്ക് എത്തി അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കയറും മറ്റും ഉപയോഗിച്ച് ഇപ്പോൾ കുളത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ദൃശ്യമാണ്. ഇത് റോഡിനോട് ചേർന്നുള്ള ഒരു കുളമാണ്. ഈ റോഡിനോട് ചേർന്നിട്ടാണ് ഈ കുളം ഉള്ളത്. ഏതായാലും ഇപ്പോൾ നാട്ടുകാരൊക്കെ നമുക്കൊപ്പം ചെയ്യുന്നുണ്ട്. ഇപ്പം നാട്ടുകാരാണ് കണ്ടത്. നാട്ടുകാർ ഇവിടെ പോലീസും ഫയർഫോഴ്സ് ടീമുകളെല്ലാം കുട്ടിയുടെ വീടിന് സമീപത്തുള്ള കുളമായിരുന്നു പരിശോധിച്ചുകൊണ്ടിരുന്നത്. ഇന്നലെ മുതൽ ഇത്രയും അകലെ ആ കുട്ടി വരാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. ആ കുട്ടിയുടെ വീടിന്റെ പരിസരത്തൊന്നും പുറത്തു പോകാറില്ല സാധാരണ. അതുകൊണ്ട് തന്നെ ഇവിടെ ആരും ഇത്രയും അകലം വരും എന്ന് പ്രതീക്ഷിച്ചില്ല. ആ വീടിന്റെ പരിസരത്തും ഉള്ള വീടുകളും കുളവും അതുപോലെ ജലാശയങ്ങളൊക്കെയാണ് പരിശോധിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത്രയും അകലെ വരുന്നുള്ള ഒരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും വീടുകളിലൊക്കെ കയറിയിരിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇതാണ് കാണുന്നത്. എന്തായാലും വളരെ നിർഭാഗ്യകരമായി. ഇപ്പോൾ ആളുകളുടെ എല്ലാം ജീവനോടെ കുട്ടിയെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ ഇല്ലാതായത്. രാത്രി മുതൽ എല്ലാവരും രാത്രി ഇന്നലെ 12 മണി വരെ രാത്രി മുഴുവൻ പോലീസും രാത്രി 12 മണി വരെ നാട്ടുകാരും എല്ലാം സജീവമായി തന്നെ എല്ലാവിടെയും തെരഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് ഈ ക്വാർട്ടേഴ്സിന്റെ അടഞ്ഞു കിടക്കുന്ന ഭാഗങ്ങളുണ്ട്, ക്വാർട്ടേഴ്സ്. അപ്പം അതിനകത്തെങ്ങാനും കുട്ടി ഉണ്ടാവുമോ എന്നുള്ള ഒരു പ്രതീക്ഷ, ഒളിഞ്ഞിരിക്കുന്നുണ്ടാവുമോ എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇത്രയും അകലെ ഇത് ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും കുളിക്കുന്നതൊക്കെ കുളമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ഇവിടെ എത്തുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. തെരച്ചിൽ നടത്തിയിരുന്നു ഇന്നലെ അതുകൊണ്ട് തന്നെ തെരച്ചിൽ നടത്തിയില്ല. നമ്മൾ ആ അടുത്ത് അവിടെ സമീപത്ത് 2 കുളമുണ്ട്. ഈ കുട്ടി ആ കുളത്തിന് സമീപത്തൊക്കെ പോകാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്താണ് നമ്മൾ ഇത്രയും ഇന്നിപ്പോൾ രാവിലെയും അവിടെ വന്നിട്ടാണ് പരിശോധിച്ചത്. ഇപ്പോഴാണ് ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുള്ളത്. സങ്കടകരമാണ്. PG പറഞ്ഞതുപോലെ നാട്ടുകാരൊക്കെ പറയുന്ന പോലെ തന്നെ ഏറ്റവും സങ്കടകരമായ കാര്യം ഈ കുഞ്ഞിൻ്റെ അത്ര അടുത്തല്ല, ഇത് കുറച്ച് പോകണം. അതായത് കുട്ടിയുടെ വീടിന് സമീപത്ത് ഏതാണ്ട് 100-200 മീറ്റർ പരിധിയുള്ള കുളങ്ങളൊക്കെ തന്നെ നേരത്തെ പരിശോധിച്ചിരുന്നു. പക്ഷേ ഇത് അല്പം കൂടി മാറി കുറച്ചുകൂടി മാറി ഇവിടെ സമീപത്ത് ഒരു ആളൊഴിഞ്ഞ് കിടക്കുന്ന കോട്ടേഴ്സൊക്കെ ഉണ്ട്. അതിന് അടുത്ത് ഒരു റോഡുണ്ട്, ആളുകൾ പോകുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തോട് ചേർന്നുള്ള കുളത്തിലാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെടുത്തത്. ഇപ്പോൾ കരയിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്ന ഒരു വളരെ സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ്. കാരണം എല്ലാവരുടെയും പ്രാർത്ഥന ആസ്ഥാനത്തായിരിക്കുന്ന ആ കുഞ്ഞുമോൻ കുളത്തിൽ മൃതദേഹം കമന്നു കിടക്കുന്ന നിലയിലായിരുന്നു. ഈ പ്രാർത്ഥനകളൊക്കെ വിഫലമായിരിക്കുന്നു. കുഞ്ഞിൻ്റെ മൃതദേഹം ഇപ്പോൾ കരയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഫയർഫോഴ്സ് സംഘവും അതുപോലെ തന്നെ സിവിൽ ഡിഫൻസ് സംഘങ്ങളും പോലീസും ചേർന്നാണ് ഇപ്പോൾ ഈ കുളത്തിൻ്റെ കരയിലേക്ക് കുഞ്ഞിൻ്റെ മൃതദേഹം എത്തിക്കുന്നത്. വളരെ സങ്കടകരമായ കാഴ്ച. ഒരു നാട് ഒന്നാകെ തെരഞ്ഞ് നടക്കുമ്പോൾ അതിന് അടുത്ത് ഇതൊന്നും അറിയാതെ ആ കുഞ്ഞുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും നോവ് പകരുന്നൊരു കാഴ്ച എന്ന് പറയുന്നത്. കാരണം കുഞ്ഞിനെ തെരഞ്ഞ സ്ഥലങ്ങൾ, ആ കുളങ്ങളൊക്കെ അതിൻ്റെ തൊട്ടടുത്തുള്ള കുളങ്ങളിലെല്ലാം തന്നെ തെരഞ്ഞിരുന്നു. പക്ഷേ ഇത് കുറച്ച് മാറി ഈ സമീപത്ത് റോഡ് പോകുന്നുണ്ട്. ആ റോഡിനോട് ചേർന്നുള്ള കുളത്തിലാണ് ഇപ്പോൾ കുഞ്ഞിൻ്റെ മൃതദേഹം പൊങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഇപ്പോൾ കുഞ്ഞിൻ്റെ മൃതദേഹവുമായി സിവിൽ ഡിഫൻസ് സംഘവും ഫയർഫോഴ്സും കൂടി പുറത്തേക്ക് കടക്കുകയാണ്. ആളുകളെ മുഴുവൻ സ്ഥലത്തു നിന്നും മാറ്റുകയാണ്. ഇപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. കുഞ്ഞിൻ്റെ മൃതദേഹം
കൊണ്ടുപോകും. അതിനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. വളരെ സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. രാവിലെ അടക്കം വളരെ സജീവമായി തന്നെ നാട്ടുകാരും അതുപോലെ ഫയർഫോഴ്സും പോലീസും എല്ലാം ചേർന്ന് തെരച്ചിൽ വളരെ ഊർജിതമായി തന്നെ നടത്തിയിരുന്നു. ആ സമയത്ത് തൊട്ടടുത്ത് കുറച്ച് മാറിയുള്ള ഈ കുളത്തിൽ കുഞ്ഞിൻ്റെ മൃതദേഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാഴ്ച. നാട്ടുകാരൊക്കെ വിങ്ങിപ്പൊട്ടുന്നൊരു സാഹചര്യമാണിപ്പോൾ ഉള്ളത്. ഈ കൂടെ നിൽക്കുന്ന ആളുകളെയൊക്കെ മാറ്റുന്നുണ്ട്. കുഞ്ഞു മൃതദേഹം ഉടൻ തന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകേണ്ടതുണ്ട്.